My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. യുകെയിൽ ടാക്സ് കൊടുക്കുന്നവർ അവരുടെ ടാക്സ് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. HMRC അപ്രൂവ്ഡ് ആയിട്ടുള്ള സീഡ് എൻ്റർപ്രൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം പ്രകാരം അല്ലെങ്കിൽ എൻ്റർപ്രൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം പ്രകാരമുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് യുകെയിൽ അടച്ച ടാക്സ് തിരിച്ചു കിട്ടുന്നതാണ്. UK സ്റ്റാർട്ടപ്പിൽ നിങ്ങൾ ഈക്വിറ്റി ഷെയർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും HMRC അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനി ആയതുകൊണ്ട് നേരിട്ട് തന്നെ നിങ്ങൾക്ക് HMRCയിൽ നിന്ന് റീഫണ്ട് കിട്ടുകയും ചെയ്യുന്നതാണ്. സാധാരണ രീതിയിൽ യുകെയിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ അത് സീഡ് എൻ്റർപ്രൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലാണെങ്കിൽ, അതായത് HMRCയുടെ മാനദണ്ഡപ്രകാരമുള്ള സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് 50% വരെയും ടാക്സ് റീഫണ്ട് കിട്ടുന്നതാണ്. ഇങ്ങനെ തുടങ്ങുന്ന കമ്പനിയിൽ നിങ്ങൾ ഷെയർ ഹോൾഡറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ഉദാഹരണമായിട്ട് £10,000 ഇൻവെസ്റ്റ് ചെയ്താൽ £5,000 HMRCയിൽ നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളുടെ P60 പ്രകാരം എത്രമാത്രം ടാക്സാണ് നിങ്ങൾ അടച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഉദാഹരണമായിട്ട് ഒരു വർഷത്തിൽ നിങ്ങൾ അടച്ച ടാക്സ് £5,000 ആണെങ്കിൽ നിങ്ങൾക്ക് £10,000 HMRC അപ്രൂവ്ഡ് ആയിട്ടുള്ള EIS, SEIS കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് £5,000 തിരിച്ചു കിട്ടുന്നതാണ്. സീഡ് എൻ്റർപ്രൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾക്ക് ആദ്യത്തെ £2,00,000 വരെയും UK ടാക്സ് പേയേഴ്സിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയാൽ അവർക്ക് 50% ടാക്സ് റീഫണ്ട് കിട്ടുന്നു. ഇനി EIS കമ്പനി, അതായത് എൻ്റർപ്രൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളാണെങ്കിൽ ഈ കമ്പനികൾക്ക് £2,00,000 മുതൽ £12,00,000 വരെയും ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഫണ്ടിന് HMRC 30% റീഫണ്ട് കൊടുക്കുന്നു. യുകെയിൽ ധാരാളം സ്റ്റാർട്ടപ്പുകളാണ് SEIS, EIS സ്കീമിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് വഴി UK ടാക്സ് പേയേഴ്സിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കുകയും അവർക്ക് ടാക്സ് റീഫണ്ടായിട്ട് കിട്ടുകയും ചെയ്യുന്നു. HMRCക്ക് അടയ്ക്കുന്ന ടാക്സ് UK സ്റ്റാർട്ടപ്പിൻ്റെ ഇക്വിറ്റി ആയിട്ട് മാറുകയും HMRC റീഫണ്ട് കിട്ടുന്നത് വഴി അവർക്ക് വലിയ പ്രയോജനമാണ്. 50%, 30% വെച്ച് റീഫണ്ട് കിട്ടുന്നത് വഴി സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ട് റേസ് ചെയ്യുന്നതിനും ഇൻവെസ്റ്റേഴ്സിന് ടാക്സ് റീഫണ്ട് കിട്ടുന്നതിനും ഇത് വളരെയധികം പ്രയോജനകരമാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് യുകെയിൽ ധാരാളം ടെക്നോളജി സ്റ്റാർട്ടപ്പ് തുടങ്ങുകയും അവർക്കെല്ലാം EIS, SEISലൂടെ ഫണ്ട് റേസ് ചെയ്യുകയും ഇൻവെസ്റ്റേഴ്സിന് HMRCയിൽ നിന്ന് ഫണ്ട് റീഫണ്ടായിട്ട് കിട്ടുകയും അങ്ങനെ അവർക്ക് സ്റ്റാർട്ടപ്പ് വർക്കിംഗ് ക്യാപിറ്റൽ SEIS, EIS ഫണ്ടിലൂടെ നേടുവാൻ സാധിക്കുന്നു. പല ക്രൗഡ് ഫണ്ട് കമ്പനികളും SEIS, EIS രജിസ്റ്റേർഡ് ആയതുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ടാക്സ് റീഫണ്ട് കിട്ടുന്നതാണ്. നിങ്ങളൊരു UK കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് SEIS, EISൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ UK ടാക്സ് പെയർ ആണെങ്കിൽ ടാക്സ് റീഫണ്ടിന് എലിജിബിൾ ആണ്. UK ടാക്സ് പെയർ ആണ് UK കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടാക്സ് റീഫണ്ടിന് എലിജിബിൾ ആണ്. സാധാരണ രീതിയിൽ യുകെയിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി സെറ്റ് ചെയ്യുമ്പോൾ അത് SEIS, EIS രജിസ്റ്റേർഡ് ആണെങ്കിൽ ടാക്സ് പേയേഴ്സിന് ടാക്സ് റീഫണ്ട് കിട്ടുന്നതാണ്. ഒക്ടോബർ 18 നോർത്താംപ്ടണിൽ വെച്ച് ഇൻഡോ UK ബിസിനസ് ഷോ നടത്തപ്പെടുന്നു. ഈ ബിസിനസ് ഷോയിൽ പങ്കെടുക്കുന്നത് വഴി നിങ്ങൾക്ക് യുകെയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാനും സ്കെയിലപ്പ് ചെയ്യാനുമുള്ള അവസരം കിട്ടുന്നതാണ്. ടാക്സ്, ലീഗൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് കിട്ടുന്നതിനും ഈ ബിസിനസ് ഷോയിൽ പങ്കെടുക്കുന്നത് വഴി നിങ്ങൾക്ക് അവസരം കിട്ടുന്നതാണ്. UK ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസ്സിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.